ഞാൻ 2024 മാർച്ച് 23-നാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് 1.5 വർഷമായിട്ട് കാത്തുനിൽക്കായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ്. അപ്പോൾ സ്പൗസ് വിസയ്ക്കായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ആകുമ്പം ഒരു വർഷമെങ്കിലും സ്റ്റഡീസ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വീടുകളൊന്നും റെഡി ആവുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വീട് റെഡി ആയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെയാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് എന്നെ ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. പക്ഷേ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ കാര്യം ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അങ്ങനെ ഒരുപാട് സങ്കടത്തോടെ പറഞ്ഞു. അപ്പം ഞാൻ ആ ഭാഗത്തിരുന്നിട്ടാണ് ഹസ്ബൻഡ് മെസ്സേജിൽ റിപ്ലൈ കൊടുത്തു. ഇല്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാം ശരിയാവും എന്നുള്ള രീതിക്ക് റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് 1 വർഷമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ മെയ് 28 എന്നുള്ളൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന രൂപത്തിന് മുമ്പിൽ ഞാൻ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെയ് 28 എന്നുള്ളത്. എന്നിട്ട് അപ്പോഴാണ് എനിക്ക് മെയ് 28-ാം തീയതി വിസ ഇൻ്റർവ്യൂവിന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് വരെ മെയ് 28 വരെ എനിക്കൊരു ഇതും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങൾ നടക്കാതെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡേറ്റ് മെയ്